ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു പാർട്ട് വീഡിയോയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ടുവേർഡ്സ് ദ ഗംഗറ്റിക് പ്ലെയിൻ, ഗംഗാ സമതലത്തിലേക്ക്. ആൻഡ് ഒരു കാര്യം ആദ്യമേ പറയാൻ ഞാൻ സോറി ചോദിക്കുകയാണ്. കാരണം ഇന്നലെ തന്നെ കൂടുതൽ ഒരു 2 വീഡിയോസോളം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നമ്മുടെ കഴിഞ്ഞ കുറച്ച് ചാപ്റ്റേഴ്സ് പോലെയല്ല, കുറച്ചധികം വർക്ക് ഈ വീഡിയോസിന്റെ ഒക്കെ പിന്നീട് എടുക്കേണ്ടതായിട്ട് വന്നു. കഴിഞ്ഞ 2-3 ചാപ്റ്റേഴ്സ് ആയിട്ട് ഇറ്റ്സ് ഔട്ട് ഓഫ് സിലബസ് എന്നല്ല, പുറത്തു നിന്നും അന്വേഷിച്ച് കണ്ടെത്തേണ്ട കുറച്ച് കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ് കുറച്ചൊരു ടഫ് ആയിരുന്നു. അപ്പൊ അതിന് കുറച്ച് നല്ല വർക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോക്ക് ഒരുപാട് വർക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ലേറ്റ് ആയത്, സോറി ചോദിക്കുകയാണ്. അപ്പൊ എന്തായാലും രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് പാഠഭാഗത്തേക്ക് പോവാം. ആൻഡ് അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, അടുത്ത പാർട്ട് ഇടൂ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എനിക്ക് പറ്റുന്ന മാക്സിമം വേഗത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം തന്നെ എത്ര വീഡിയോസ് നിങ്ങളുടെ ആവശ്യം എനിക്ക് മനസ്സിലാവും. പക്ഷെ എത്രത്തോളം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത്രയൊക്കെയല്ലേ ഒരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം അതൊന്ന് അറിയിച്ചാൽ ഒരുപാട് സന്തോഷമായിരിക്കും. അല്ലാതെ നെക്സ്റ്റ് പാർട്ട് എന്ന് കമന്റ് ചോദിക്കേണ്ട കാര്യമില്ല കേട്ടോ. മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ട്. Okay, നമുക്ക് വീഡിയോയിലേക്ക് വരാം. We have learned about the life of the people in the northwestern part of India after the collapse of the Harappan civilization and their spread to the Gangetic plain. ഹാരപ്പൻ സിവിലൈസേഷന്റെ ആ ഒരു അവസാനമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു, ടെക്സ്റ്റിലുണ്ട്, പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മുടെ നോർത്ത് വെസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ, വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ ആ പ്രദേശത്തുള്ള ജനജീവിതത്തിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. ആൻഡ് ഗംഗാ സമതലത്തിലെ ജനജീവിതത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. വൈ ഡിഡ് ദ ആര്യൻസ് ട്രാവൽ ടു അതർ ലാൻഡ്സ്? ആര്യൻസ് എന്തുകൊണ്ടാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തത്? How do we get the information about the life of the people in the Sapta Sindhu region? Let's write the peculiarities of the life of Aryans in Sapta Sindhu region. അപ്പൊ ആര്യൻസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആര്യൻസിന്റെ ജീവിതം, അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്, അതിന്റെയൊക്കെ ആൻസേഴ്സ് ആണ്. അപ്പൊ 2 പാരഗ്രാഫ് ആയിട്ടാണ്, ആദ്യം ഇംഗ്ലീഷ് മീഡിയം ആൻഡ് മലയാളം മീഡിയം, വീണ്ടും ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം, ആ രീതിയിലാണ് ഞാൻ ആൻസേഴ്സ് തരുന്നത്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസേഴ്സ് നോക്കാം. First paragraph, the Aryans were pastoralists. Increase in population forced them to travel to other lands. They traveled in groups. They traveled with cattle and horses. One group reached Europe and the other northwest frontier of India. ആര്യന്മാർ ഇടയന്മാരായിരുന്നു. ജനസംഖ്യാ വർധനവ് അവർ മറ്റു പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യാൻ കാരണമായി. ഗ്രൂപ്പുകളായിട്ടാണ് അവർ സഞ്ചരിച്ചിരുന്നത്. കുതിരകളെയാണ് പ്രധാനമായി സഞ്ചരിക്കാൻ ഉപയോഗിച്ചത്. ചെറിയ അക്ഷരത്തെറ്റുകളുണ്ട്, അതൊന്ന് നോക്കാട്ടോ. അവരിൽ കുറച്ചു പേർ യൂറോപ്പിലേക്കും മറ്റുള്ളവർ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്കും പലായനം ചെയ്തു. അപ്പൊ എന്തുകൊണ്ടാണ്? ജനസംഖ്യ വർധനവ് കൊണ്ടാണ് അവർ പലായനം ചെയ്തത്. ഓക്കെ, അടുത്ത പാരഗ്രാഫ് അവരുടെ പെക്യുലാരിറ്റീസ് ആണ്. ആര്യൻസ് ബിലോങ്ഡ് ടു ഡിഫറെന്റ് ട്രൈബ്സ്. Each tribe comprised of many families. The eldest member of the tribe was selected as the head of the tribe. There were different tribal assemblies to assist the tribal heads. These assemblies were known as Vidhada, Sabha and Samiti. The main occupations of the Aryans was cattle rearing and farming. They fought battles for pastoral grounds and cattle. ആര്യന്മാർ വിവിധ ഗോത്രങ്ങളായാണ് ജീവിച്ചത്. ഓരോ ഗോത്രവും നിരവധി കുടുംബങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു. ഗോത്രത്തിലെ മുതിർന്ന അംഗത്തെ ഗോത്രത്തലവനായി തിരഞ്ഞെടുത്തിരുന്നു. ഗോത്രത്തലവന്മാരെ സഹായിക്കാൻ ഗോത്രസഭകൾ ഉണ്ടായിരുന്നു. വിധാത, സഭ, സമിതി എന്നീ പേരുകളിലാണ് ഗോത്രസഭകൾ അറിയപ്പെട്ടിരുന്നത്. ആര്യന്മാരുടെ പ്രധാന തൊഴിലുകൾ കന്നുകാലി വളർത്തലും കൃഷിയുമായിരുന്നു. കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി യുദ്ധങ്ങൾ നടത്തിയിരുന്നു. ഇതൊക്കെയായിരുന്നു അവരുടെ ജനജീവിതം, അവരുടെ പെക്യുലാരിറ്റീസ്, അവരുടെ പലായനം ചെയ്യാനുള്ള കാരണങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു 2 പാരഗ്രാഫിലെ കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാം. Where did the Aryans migrate from Sapta Sindhu region? സപ്ത സിന്ധു റീജിയണിൽ നിന്നും അവരെങ്ങോട്ടാണ് പോയത്? എവിടേക്കാണ് പോയത്? യെസ്, അവർ പോയത് ഗംഗറ്റിക് പ്ലെയിനിലേക്കാണ്, ഗംഗാ സമതലത്തിലേക്ക്. ഓക്കെ, ഹൗ ഡിഡ് അയൺ വെപ്പൺസ് അഫക്റ്റഡ് ദയർ ലൈഫ്? ഇരുമ്പ് ആയുധങ്ങൾ അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തത്? The Aryans who reached the Gangetic plain
cleared the forest using iron implements. They started farming in the fields using iron ploughshares. With the expansion of agriculture, the Aryans were transformed into a settled society. ഗംഗാ സമതലത്തിലെത്തിയ ആര്യന്മാർ ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ച് കാടുകൾ വെട്ടിത്തെളിച്ചു. ഇരുമ്പിന്റെ കൊഴു ഘടിപ്പിച്ച കലപ്പകൾ ഉപയോഗിച്ച് നിലം ഉഴുതുമറിച്ച് കൃഷി ചെയ്തു. കൃഷിയുടെ വ്യാപനത്തോടെ ആര്യന്മാർ സ്ഥിരവാസമുള്ള കാർഷിക സമൂഹമായി മാറി. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. We can find out the information related to the life of Aryans in the Gangetic Plain. ഗംഗാ സമതലത്തിലെ അവരുടെ ജീവിതത്തെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഗംഗാ സമതലത്തിലെ അവരുടെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു അതിന് ഇൻഫോർമേഷൻസ് ഒരു വലിയ സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ടും നമ്മുടെ പാരഗ്രാഫും കുറച്ച് വലുതായിരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് കേട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം ഇംഗ്ലീഷ് മീഡിയത്തിന് വായിച്ചു തരാം, അതിനുശേഷം മലയാളം മീഡിയത്തിന് ഓരോ പാരഗ്രാഫ് ആയിട്ടല്ല എല്ലാ പാരഗ്രാഫും ഒരുമിച്ച് തന്നെ വായിക്കാം കേട്ടോ. ഫസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം ആണ്. The Aryans who reached the Gangetic Plain cleared the forest using iron implements. They started farming in the field using iron ploughshares. With the expansion of agriculture, the Aryans were transformed into a settled society. The place where the nomadic people started to settle permanently came to be known as Janapada. The head of the tribe became the king. Kingship became hereditary. The importance of the assemblies of each tribe diminished. The farmers started the system of giving a part of their yield as tax to the king in return for protecting agricultural land. It was known as Bali and Baka. നമുക്കതിന്റെ മലയാളം നോക്കാം അല്ലെ, അതായിരിക്കും നന്നാവുക. ഗംഗാ സമതലത്തിലെത്തിയ ആര്യന്മാർ ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ച് കാടുകൾ വെട്ടിത്തെളിച്ചു. ഇരുമ്പിന്റെ കൊഴു ഘടിപ്പിച്ച കലപ്പകൾ ഉപയോഗിച്ച് നിലം ഉഴുതുമറിച്ച് കൃഷി ചെയ്തു. കൃഷിയുടെ വ്യാപനത്തോടെ ആര്യന്മാർ സ്ഥിരവാസമുള്ള കാർഷിക സമൂഹമായി മാറി. നാടോടികളായ ജനങ്ങൾ സ്ഥിരതാമസമാക്കിയ പ്രദേശം ജനപദം എന്നറിയപ്പെട്ടു. ഗോത്രത്തലവൻ രാജാവായി മാറി. രാജഭരണം പരമ്പരാഗതമായിരുന്നു. ഗോത്രസഭകളുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. കൃഷിഭൂമി സംരക്ഷിക്കുന്നതിന് പകരമായി കർഷകർ രാജാവിന് ഉൽപാദനത്തിന്റെ ഒരു പങ്ക് നികുതിയായി നൽകുന്ന രീതി നടപ്പിൽ വന്നു. ബലി, ബംഗ എന്നീ പേരുകളിലാണ് ഇത് അറിയപ്പെട്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Great changes occurred in beliefs and customs during this period. Lord Indra and Agni lost their prominence. The gods like Prajapati and Vishnu become more and more important. Simple rituals and practices gave way to complicated and complex ways of worship. Means of worship and religious practices, including the sacrifice of animals, become costly. The priests become more powerful. വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഋഗ്വേദ കാലത്തെ പ്രധാന ദൈവങ്ങളായ ഇന്ദ്രനും അഗ്നിക്കും പ്രാധാന്യം നഷ്ടപ്പെടുകയും പ്രജാപതി, വിഷ്ണു എന്നിവരുടെ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്തു. ലളിതമായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പകരം സങ്കീർണമായ പല ആരാധനാ രീതികളും നിലവിൽ വന്നു. മൃഗബലി അടക്കമുള്ള ആചാരങ്ങൾ ചെലവേറിയതായി മാറി. പുരോഹിതർ കൂടുതൽ ശക്തരായി. The fertility of the soil and the use of iron made the Gangetic Plain a better agricultural land. This facilitated surplus production and also the growth of exchange centers. These exchange centers later developed into cities. People started to settle down in cities for trade. Among such cities, the most prominent were Rajagriha, Sravasti, Vaishali, Benares, Kushinagara, and Kausambi. Trade routes connecting these cities came into existence. മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും ഇരുമ്പിന്റെ ഉപയോഗവും ഗംഗാ സമതലത്തെ മികച്ച കാർഷിക ഉൽപാദന കേന്ദ്രമാക്കി മാറ്റി. ഇത് മിച്ചോൽപാദനത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വളർച്ചയ്ക്കും കാരണമായി. കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് നഗരങ്ങളായി വളർന്നു. കച്ചവടത്തിനായി ജനങ്ങൾ നഗരങ്ങളിൽ സ്ഥിരതാമസമാക്കി. ഇങ്ങനെ ഉയർന്നു വന്ന നഗരങ്ങളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു രാജഗൃഹം, ശ്രാവസ്തി, വൈശാലി, ബനാറസ്, കുശീനഗരം, കൗസംബി എന്നിവ. ഇവയെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് വാണിജ്യ പാതകൾ നിലവിൽ വന്നു. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് കച്ചവടത്തിലും കൈത്തൊഴിലുകളിലും ഏർപ്പെട്ട പുതിയൊരു സമൂഹം ഉയർന്നു വന്നു.
The social changes stated above influenced the thoughts of the people. It was during 16th century BCE that these were more prominent. The increase of yagas and the animal sacrifice in association with them adversely affected the progress of agriculture. With an increase in rituals and sacrifices, the priests started amassing wealth and thereby exerted supremacy over others. With the growth of trade and cities, the Vaishyas became wealthy. Though they were wealthy, they were placed in a lower position in the society. മുകളിൽ സൂചിപ്പിച്ച സാമൂഹിക മാറ്റങ്ങൾ ജനങ്ങളുടെ ചിന്തയിൽ സ്വാധീനം ചെലുത്തി. BC 6-ാം നൂറ്റാണ്ടിലായിരുന്നു ഇത് കൂടുതൽ പ്രകടമായത്. വർദ്ധിച്ചു വന്ന യാഗങ്ങളും അവയുടെ ഭാഗമായി നടന്നിരുന്ന മൃഗബലിയും കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് തടസ്സമായി. ആചാരാനുഷ്ഠാനങ്ങൾ വർദ്ധിച്ചതോടെ പുരോഹിതന്മാർ അനിയന്ത്രിതമായ സമ്പത്തും അധികാരവും കൈക്കലാക്കി. കച്ചവടവും നഗരങ്ങളും വളർന്നതോടെ വൈശ്യർ സമ്പന്നരായി. സമ്പന്നരായിരുന്നെങ്കിലും സാമൂഹിക വ്യവസ്ഥിതിയിൽ താഴ്ന്ന സ്ഥാനമേ അവർക്ക് ലഭിച്ചിരുന്നുള്ളൂ. And the last paragraph, stream of thought were known as the Shramanas. Of these, two streams of thought that have acquired acceptably in society and influenced people heavily are Buddhism and Jainism. The Ajivikas and the Charvakas also belong to the category of the Shramanas. ചിന്താരീതികൾ പിന്തുടർന്നവർ ശ്രമണർ എന്നറിയപ്പെട്ടു. ശ്രമണ വിഭാഗങ്ങളിൽ ഏറെ ജനപ്രീതി നേടിയതും സ്വാധീനം ചെലുത്തിയതും ജൈനമതവും ബുദ്ധമതവുമായിരുന്നു. അതിജീവികന്മാർ, ചാർവകന്മാർ തുടങ്ങിയവരും ശ്രമണ വിഭാഗത്തിൽ പെട്ടവരായിരുന്നു. ഓക്കെ, അപ്പൊ ഒരു ഏകദേശം അവരുടെ ലൈഫ് സ്റ്റോറി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അടുത്തൊരു ഇതിന്റെ ആൻസർ ആയിട്ട് ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ പറഞ്ഞു തരാം. വി ഹാവ് ലേൺഡ് അബൌട്ട് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് സപ്ത സിന്ധു റീജിയൻ ആൻഡ് ഗംഗാറ്റിക് പ്ലെയിൻ. നമ്മൾ സപ്ത സിന്ധു റീജിയനിൽ അവർ ജീവിച്ചിരുന്നതും ഗംഗാറ്റിക് പ്ലെയിനിൽ അവർ ജീവിച്ചിരുന്നതും മനസ്സിലാക്കി. കുഡ് യു ഐഡന്റിഫൈ എനി കോമൺ ഫീച്ചേഴ്സ്? കോമൺ ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ഡിഡ് ദ ലൈഫ് ഓഫ് ആര്യൻസ് ഡെവലപ്ഡ്? അതായത് ഡെവലപ്പ് ചെയ്തു എന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരു ആൻസേഴ്സിൽ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഒരു ഗംഗാറ്റിക് പ്ലെയിനിലേക്ക് എത്തിയപ്പോൾ ആര്യൻസിന്റെ ജീവിതം മെച്ചപ്പെട്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അനലൈസ് ആൻഡ് റൈറ്റ് ദ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓൾറെഡി ഇപ്പൊ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അത് വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് എഴുതിയാൽ മതി. അഗ്രികൾച്ചർ ഇവിടെ പറയുന്നുണ്ട്. They started farming in the fields using iron ploughshares. With the expansion of agriculture, the Aryans were transformed into a settled society. അതാണ് ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഇരുമ്പ് ഉപയോഗിച്ച് അവര് ഉഴുതുമറിച്ച് കൃഷി ചെയ്തു. കൃഷിയുടെ വ്യാപനത്തോടെ ആര്യന്മാർ സ്ഥിരതാമസമുള്ള കാർഷിക സമൂഹമായി മാറി. അടുത്തത് പറയുന്നുണ്ട്, നാടോടികളായ ജനങ്ങൾ സ്ഥിരതാമസമാക്കിയപ്പോൾ ഗോത്രത്തലവൻ രാജാവായി മാറി. അപ്പൊ അവിടെ ഒരു ഭരണം വന്നു. അത് അവരുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. The people started to settle permanently and the head of the tribe became the king. പറയുന്നത് അങ്ങനെ തന്നെ അവിടെ ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഒരുപാട് വർക്കുള്ളതുകൊണ്ടാണ് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് സമയം, അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ആൻഡ് ഗ്രേറ്റ് ചേഞ്ചസ് occurred in beliefs and customs during this period. അതും കൂടി എഴുതാം നമുക്ക്. വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അത് നമുക്ക് എഴുതാം. അതുപോലെ എന്തെഴുതാം? മണ്ണിന്റെ ഫലഭൂഷ്ഠതയും ഇരുമ്പിന്റെ ഉപയോഗവും മിച്ചോൽപാദനത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വളർച്ചയ്ക്കും കാരണമായി. The fertility of the soil and the use of iron made the surplus production and also the growth of exchange centers. ഞാൻ അതിനെ പല ഭാഗങ്ങളും ഒഴിവാക്കിയിട്ട് ആണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ ഇതും കൂടി പറയാം. വികസനമുണ്ടായതോടെ സാമൂഹിക മാറ്റങ്ങൾ ജനങ്ങളുടെ ചിന്തയിൽ സ്വാധീനം ചെലുത്തി. ഇതും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമുക്കിങ്ങനെ എഴുതാം. The social changes
ഇൻഫ്ലുവൻസ്ഡ് ദ തോട്ട്സ് ഓഫ് ദ പീപ്പിൾ. അതും എഴുതാം. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ്. ഇനി നമുക്ക് ഇനിയും കുറച്ച് പ്രവർത്തനങ്ങളും കൂടി ഉണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ അതുമായിട്ട് വരാം. ആരും ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.